സർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുന്ന CRPF തന്നെ ഗതികെട്ട് സർക്കാരിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയ്ക്കും രാഹുലിന് തന്നെയും ഒരു കത്തയച്ചിരിക്കുകയാണ്. അങ്ങ് നിരന്തരം പ്രോട്ടോകോൾ ലംഘിക്കുകയാണ്, ഇത് ശരിയല്ല, മുൻകൂട്ടി അറിയിക്കാതെ വിദേശയാത്രകൾ നടത്തുന്നു, സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തുന്നു, പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊക്കെയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സാർ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സുരക്ഷാ ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ, പ്രോട്ടോകോൾ ഒക്കെ ലംഘിച്ച് ഇങ്ങനെ പെരുമാറുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? കാരണം ഈ കസ്റ്റഡിയിലെടുത്ത കള്ളന്മാരെ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും ഭാരതത്തിൻ്റെ രാജ്യ താൽപ്പര്യത്തിന് നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികളുടെ യാത്രാവേളയിലാണെങ്കിലും ഒരു ഭരണ സംവിധാനത്തിന് ചില സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. സ്വാഭാവികമാണ്. ആ സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യുമ്പം രാഹുലിനെ പോലെ ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത, രാജ്യത്തോടോ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ഒന്നും സമൂഹത്തോടോ ഒന്നും ഒരു ഉത്തരവാദിത്വവും കാണിക്കാത്ത, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു തലവേദനയാണ്. അതിനപ്പുറമുള്ള തലവേദനയാണ് ഇപ്പോൾ CRPF ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ സുരക്ഷ ഒരുക്കുമ്പം നിങ്ങൾ എവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള, എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് പോലും സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാൻ അവകാശമുണ്ട്, അറിയാൻ ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുരക്ഷയുടെ സൗകര്യം അനുഭവിക്കുന്നയാളിന് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുടെ ഒന്നിച്ചു ചേർന്നെങ്കിൽ സുരക്ഷ 100%. ഒരു കാര്യം ഞാൻ പറയാം, സുരക്ഷ എന്ന് പറയുന്നതിനകത്ത് എത്ര ശ്രമിച്ചാലും ചില അബദ്ധങ്ങൾ സംഭവിക്കാം. അതാണ് പണ്ട് ജോൺ എഫ് കെന്നഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഉടനെ കെന്നഡിയോട് ഉദ്യോഗസ്ഥന്മാര് വിവരിച്ചു കൊടുത്തു, അങ്ങ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു ഈച്ചയ്ക്ക് പോലും ഈ സുരക്ഷാ സംവിധാനത്തെ മറികടന്ന് അങ്ങയിലേക്ക് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടൊരു ചിരിയോടുകൂടി കെന്നഡി പറഞ്ഞ മറുപടി, പക്ഷെ അതിലൊന്നും കാര്യമില്ല, അതിനൊക്കെ അപ്പുറമായിട്ട് വിധിയെന്നൊന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും if anyone is prepared to barter his life for my life, ആരെങ്കിലും അവൻ്റെ ജീവൻ എൻ്റെ ജീവന് വേണ്ടി പകരം തരാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ദുരന്തത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കെന്നഡിയെ വധിക്കുകയായിരുന്നു. അതെ, അങ്ങനെ സ്വന്തം ജീവൻ കൊടുത്താണ് രാജീവിനെ കൊന്ന ആ പെൺകുട്ടിയും ചെയ്തത്. അപ്പൊ സുരക്ഷാ സംവിധാനത്തിന്റെ ക്രമീകരണങ്ങളിൽ വെല്ലുവിളികൾ നിരവധിയാണ്. ആ ഒരു സാഹചര്യത്തിൽ വേണം രാഹുലിന്റെ ഇപ്പോഴത്തെ CRPF കൊണ്ട് സ്വയം പരാതി പറയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ. ഇവിടെ നമ്മൾ കാര്യം ഓർക്കണം, രാഹുലിന്റെ കൂടെയുള്ള KC വേണുഗോപാലും ഈ മല്ലികാർജുൻ ഖഡ്ഗെയും ഒക്കെ 2023 24 ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും രാഹുലിന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യുന്നില്ലെന്നുള്ള പരാതി ഉയർത്താറുണ്ടായിരുന്നു. ഒരിക്കൽ ആരോ ഫോട്ടോ എടുത്തപ്പം അതിൻ്റെ ലേസർ രശ്മികൾ വന്ന് പതിച്ചത് ഇത് അതുമായി ബന്ധപ്പെട്ട ലേസർ രശ്മിയാണെന്ന് പോലും മനസ്സിലാക്കാതെ 23-ലാണെന്ന് തോന്നുന്നു
രാഹുലിനെ കടന്നാക്രമിക്കും, ജീവനുള്ള ആക്രമണമാണെന്നും പറഞ്ഞ് പാടി ബഹളമുണ്ടാക്കിയ കൂട്ടരാണ് ഈ വേണുഗോപാലും അതെ ഈ കടുകയും ഒക്കെ. അങ്ങനെ അവരവസരം നോക്കിയിരിക്കുമ്പോഴാണ് CRPFന്റെ കണ്ണു വെട്ടിച്ച് വർഷം 62 പ്രാവശ്യവും മറ്റുമാണെന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിദേശങ്ങളിലേക്ക് മുങ്ങും. എങ്ങോട്ടാ പോകുന്ന ആർക്കും അറിയില്ല, ഇയാൾക്കൊഴിച്ച്, ചെന്ന് കാണുന്നവർക്കൊഴിച്ച്. അടുത്ത ദിവസം വൈസ് പ്രസിഡന്റ് ഇലക്ഷന്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ തിരിച്ചു വന്നു. മലേഷ്യയിലായിരുന്നു. മലേഷ്യയിൽ പോയി പറഞ്ഞിട്ട കുറെ സ്ത്രീകളും അവരുടെ നടുക്ക് ഹാഫ് പാൻറ് വിട്ട് നിൽക്കുന്ന ഈ രാഹുൽ എന്ന കോമാളിയും നിൽക്കുന്ന ചിത്രം കണ്ടപ്പോഴാണ് ഭാരതത്തിൽ പലരും മനസ്സിലാക്കുന്നത് ഇയാൾ അവിടെയാണ്, മലേഷ്യയിലാണ്. അതിനെ കോമാളിത്തരമായും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ മറ്റു ചില വൈകൃതങ്ങളൊക്കെ ആയിട്ടാണ് പലരും പറയുന്നതെങ്കിൽ പോലും അവിടെ അദ്ദേഹം പോയത് ജോർജ് സോറോസിന്റെ മകനെ കാണാനും, അലക്സാണ്ടർ സോറോസ്, അതുപോലെയുള്ള രാജ്യവിരുദ്ധ ലക്ഷ്യം വെച്ചാണ് പോയതെന്ന് ഒക്കെ ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് വേറൊരു കാര്യം. വിവാദ പ്രാസംഗികൻ മതപ്രഭാഷകൻ ഡോക്ടർ സക്കീർ നായികിനെയും അതിലേക്ക് വേണ്ടിയാണ് പോയത്. അതൊരു വേറൊരു ഭാഗം. അതിനടുത്ത് തന്നെയാണ് മറ്റൊരു സൗത്ത് ഏഷ്യൻ രാജ്യമായ നേപ്പാളില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ ലോകം നശിപ്പിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയുടെ ഭാഗമായി ചേരുന്നതിന് മലേഷ്യയിൽ പോയ വിവരം പോലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല, CRPFനെ അറിയിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു അത്തരം ഒളിച്ചു വെക്കലിന് പിന്നിലുള്ള കാരണം എന്ന് രാജ്യം അറിയേണ്ടതുണ്ട്. ഭാരതം ചോദിക്കും, ഭാരതത്തിന് അതറിയാനുള്ള അവകാശമുണ്ട്. ഇത് പറയുമ്പം അങ്ങേപ്പുറമുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓർക്കണം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയുടെ വധത്തിന് ശേഷം ലോർഡ് മൗണ്ട് ബാറ്റന്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഒക്കെ പ്രസ്താവനകൾ ഒരേ പാറ്റേൺ ആയിരുന്നു. മരണം സംഭവിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രതിഭാഗത്ത് ആരൊക്കെയാണ് ഉള്ളതെന്ന് ഇവർ സ്വയം പ്രഖ്യാപിച്ചു. മാത്രമല്ല, ആ പ്രഖ്യാപനമൊക്കെ പോട്ടെ, മഹാരാഷ്ട്രയില് ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ ആക്രമണം നടത്തി. സവർക്കറുടെ അനുജൻ നാരായണ സവർക്കറെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ച് ആ പരിക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മരിക്കുകയായിരുന്നു. ഇവരൊന്നും കുറ്റക്കാരായിട്ടല്ല. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന നെഹ്റുവും കൂട്ടരും അവരെ ടാർഗറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ദിരാഗാന്ധി മരിച്ചു. ഇന്ദിര മരിച്ചു കഴിഞ്ഞപ്പോഴും സിഖുകാരാണെന്ന് ആര് പറഞ്ഞു? അല്ല, സിഖുകാർ മാത്രമേ ഉള്ളെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. അതിനൊക്കെ കാത്തിരിക്കുന്നതിന് മുമ്പ് മൃതശരീരം ഏതാണ്ട് രാവിലെ 8:30ക്കും 10-നും ഇടയ്ക്കാ സംഭവം. വൈകുന്നേരം 6 വരെ മരിച്ചെന്ന് പോലും പ്രഖ്യാപിക്കാതെ രാഹുലിനെ ഭരണത്തിൽ കൊണ്ടുവന്നതിനുള്ള രാജീവിനെ കൊണ്ടുവന്നുള്ള സംവിധാനമൊക്കെ ചെയ്ത ശേഷം അതിന് തൊട്ടു മുമ്പായിട്ട് നരഹത്യ നടക്കുകയായിരുന്നു. വംശഹത്യ, സിഖ് വംശഹത്യ നടക്കുകയായിരുന്നു. അതും നമ്മൾ കണ്ടു. രാജീവിന്റെ മരണശേഷവും സമയക്രമം അങ്ങോട്ട് നടക്കുന്നില്ല. ചന്ദ്രശേഖർ ഗവൺമെന്റ് ആയിരുന്നുകൊണ്ട് മാത്രം എഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ കൊണ്ടില്ലാതാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, രാഹുലിനെ ഇങ്ങനെ സുരക്ഷാ സംവിധാനത്തിലേക്ക് വിവരം അറിയിച്ചിട്ട് സുരക്ഷ 100% എഫക്റ്റീവാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ വീഴ്ചകൾ മനഃപൂർവ്വം വരുത്തി, ബോധപൂർവം വീഴ്ചകൾ വരുത്തി രാഹുലിലേക്ക് ഏതെങ്കിലും അക്രമകാരികളെ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ രാഹുലിന്റെ കൂടെയുള്ളവരും പുറകിലുള്ളവരും തന്നെ ആയിരിക്കും. കോൺഗ്രസുകാരും ജോർജ് സൊറോസുകാരും INDA മുന്നണിക്കാരുമായിരിക്കും. കാരണം ഗാന്ധിയുടെ പേരിൽ, ഇന്ദിരയുടെ പേരിൽ, രാജീവിന്റെ പേരിൽ ഇന്നും അനുകമ്പയുടെ വോട്ട് ചോദിക്കുന്നവർക്ക്
ഒന്നിനും കൊള്ളാത്ത, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട രാഹുലും ഇല്ലാതായി കഴിഞ്ഞാൽ അനുകമ്പയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് മാറും. അതുകൊണ്ട് അവർ തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ടൂൾ കിറ്റ് അനുസരിച്ച് പ്രചരണം നടത്തിയിട്ട് മറ്റാരെങ്കിലും മുന്നിൽ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമെന്ന് പോലും വർത്തമാനകാല സാഹചര്യത്തിൽ പിന്നിലുള്ള ജോർജ് സൊറോസിനെയും അമേരിക്കയെയും ചൈനയെയും പാകിസ്ഥാനെയും അങ്ങ് പറഞ്ഞ സാക്കിർ നായിക്കിനെയും ഒക്കെ ഒപ്പം സഞ്ചരിക്കുന്ന രാഹുലിന്റെ കൂടെയുള്ളവർ തന്നെ രാഹുലിനെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുക, CRPF വിവരം അറിയിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വീഴ്ച വരുത്തിയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പദ്ധതികളിടണമെന്ന് പോലും രാജ്യം ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് കേവലം ഒരു CRPF മനസ്സിലാക്കാത്ത കാര്യം മാത്രമല്ല, രാജ്യത്തിന് നാളെ ഉള്ള ഭാവിയെ പോലും ബാധിക്കുന്ന, ഭരണ സംവിധാനത്തെയും സ്ഥിരതയെയും പോലും വെല്ലുവിളിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യം ഇത്തരം ചിന്തകളുടെയും പ്രവൃത്തിയുടെയും ഉള്ളിൽ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കാൻ പാടില്ല. ഭാരതം കരുതലോടെ ഇരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. എന്ത് വില കൊടുത്തും ഇത്തരം അരിതാലികളെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവണം. രാഹുലിനെയും നിയമത്തിൻ്റെയും വ്യവസ്ഥാപിതമായ സുരക്ഷാ മാർഗങ്ങളുടെയും പരിധിയിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അദ്ദേഹം വോളണ്ടറി ചെയ്തിട്ട് എനിക്ക് CRPF ഒന്നും വേണ്ട, എന്നെ തോന്നിവാസം പോകുമെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് സുരക്ഷ വേണ്ടെന്ന് വെച്ച് പുറത്തേക്ക് പോകും. പക്ഷെ അത് നടക്കില്ലല്ലോ സർ, പ്രതിപക്ഷ നേതാവ് കൂടിയല്ലേ, സുരക്ഷ കൊടുക്കാതിരിക്കാൻ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുരക്ഷ വേണ്ട സ്വയം പ്രഖ്യാപിച്ച് കൂടുതലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് പ്രശ്നമൊന്നുമില്ല. രാജ്യത്തിന് രാഹുൽ അങ്ങനെ ഒഴിവാക്കാൻ വയ്യാത്ത ഒരു നേതൃത്വപാടമുള്ള ആളൊന്നുമില്ല. അങ്ങനെ വേണ്ടെന്ന് രാഹുൽ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അത്രയുള്ള കാര്യം. അത് ആദ്യം വേണ്ടത് സുരക്ഷാ സംവിധാനത്തിന് വിധേയനാവണം. വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേസ്റ്റ് സാഹചര്യമാണ് പറഞ്ഞത്, രാഹുൽ തന്നെ ഓപ്റ്റ് ചെയ്യുക, വേണ്ടെന്ന് പറയുക, അത്രയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.